इसमें जाए तो भी 5 मिनट का अंदर अंदर उधर जा सकता है. कोचिन कॉर्पोरेशन ऑपरेट करता है. ചീനവല കമ്പവല ചൈനീസ് ഫിഷ്നെറ്റാണ് ഈ കാണുന്നത്. ഇത് 17th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷ് ചൈനീസ് യൂറോപ്യൻസ് എല്ലാം ബിസിനസ്സിന് വേണ്ടി വന്നപ്പോഴേ മെയിൻ പിടിക്കാൻ ഉപയോഗിച്ച ടെക്നിക്കാണ്. ചൈനീസ് ടെക്നിക്കാണ്, ചൈനീസ് ട്രഡിഷനാണ്. ഇത് ചൈനീസ് ടെക്നിक चाइनीज फिशनेट है. 17th सेंचुरी में ब्रिटिश चाइनीज यूरोपियन बिजनेस करने के लिए आया समय मच्छी पकड़ने के लिए बना के रखा है. तो चाइनीज टेक्निक है, चाइनीज ट्रेडिशन नहीं है. അറബിക്കടലാണല്ലോ ഈ കാണുന്നത്. സൺസെറ്റ് ആയിട്ടില്ല, എന്നാലും സൂര്യഭഗവാനെ നോക്കിക്കോ, അദ്ദേഹത്തിന് ഇപ്പോൾ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ മുങ്ങിപ്പോകും. ഇത് അറബിക്കടലും പെരിയാർ നദിയും യോജിക്കുന്ന സ്ഥലമാണ്. ഇത് ഡേഞ്ചറസ് ഏരിയയാണ്. 100 അടിയാണ് ഇവിടുത്തെ ആഴം. സംശയം ഉണ്ടാക്കാലും അതില്ല. സംശയം ഉണ്ടെന്ന് നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. अरेबियन सी और पेरियार नदी इधर ही संगम होता है. बहुत डेंजरस एरिया है. 100 फीट होता है पानी के नीचे, क्योंकि अरेबियन सी और गंगा पेरियार नदी इधर ही संगम होता है. इसलिए ഫോർട്ട് കൊച്ചി ബീച്ചാണ് ഈ കാണുന്നത്. ഇവിടെയാണ് വാസ്കോ ഡി ഗാമ രണ്ടാമത് വന്നത്. അദ്ദേഹം ആദ്യം വന്നത് കാപ്പാട് ബീച്ച് കോഴിക്കോടാണ്. ഫോർട്ട് കൊച്ചി ബീച്ച് ഇതിൽ आया जब वास्को डी गामा सेकंड आई. फर्स्ट टाइम आया है कापाड़ बीच कोഴിക്കോട്, केरला का दूसरा एक डिस्ट्रिक्ट है. ഇറങ്ങാനായി ഈ കാണുന്ന ഷിപ്പ് നമ്മുടെ ഇന്ത്യൻ ഷിപ്പാണ്. ഇന്ത്യൻ ഡൊമസ്റ്റിക് ഷിപ്പാണ്. ഇതിൽ 2500 കണ്ടെയ്നേഴ്സാണ് ഉള്ളത്. 2500 മുതൽ 4500 കണ്ടെയ്നർ കയറുന്ന കപ്പലുകൾ ഇവിടെ വരാറുള്ളത്. ഇതിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം തന്നെ താഴേക്ക് ഡെപ്ത് ഉണ്ട്. താഴെ കംപ്ലീറ്റ് സ്റ്റോറുകളാണ്. സ്റ്റോറിൽ നിന്ന് വെച്ചാണ് മേലെ വരെ വരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു വൈറ്റ് ക്യാബിൻ കാണാം. ക്യാബിൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഇതിലാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. GPS റഡാർ സിസ്റ്റത്തിൽ സ്ക്രീനിൽ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുത്തെ ആളും 60 അടിയാണ്. ये तो जहाज हमारे इंडियन जहाज है, इंडियन डोमेस्टिक जहाज है. इसमें होता है 2500 कंटेनर से 2500 से 4500 तक कंटेनर लेकर शिप इधर आता है. इसको जितना ऊंचा है इतना भी नीचे भी है. नीचे पूरा स्टोर मरे के ऊपर तक जाता है. शिप का पीछे को वाइट कैबिन है. कैबिन ब्रिज होता है. इसमें कैप्टन रहता है. GPS रडार सिस्टम से स्क्रीन में देख के चलाता है. इधर का डेप्थ होता है 60 फीट है. यस, बता रहा और दिल से तीनों दिल बनाया है, शूट किया है. ബോൾഗാട്ടി പാലസാണ് ഈ കാണുന്നത്. ഡച്ചുകാർ നിർമ്മിച്ച പാലസാണ് 1744. ഇതിപ്പോൾ KTDC ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 സ്റ്റാർ ഹോട്ടലാണ്. ബോൾഗാട്ടി പാലസ് എന്നറിയപ്പെടുന്നതാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു പാലസാണ്. ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ? എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞേ. കിട്ടിയ കിട്ടിയില്ല. ദിലീപിന്റെ നല്ലൊരു സിനിമ ഉണ്ടല്ലോ, ദിലീപ് മമത. പിന്നെ ഇത്ര ഓർമ്മ ഉണ്ടെങ്കിൽ മൈ ബോസ്. അതുപോലെ വെള്ളി നക്ഷത്രം, പൃഥ്വിരാജിന്റെ ആ കുട്ടിയുടെ പൃഥ്വിരാജിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജാവിന്റെ മകൻ, 20ാം നൂറ്റാണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ്, മനുവെങ്കിൽ, പച്ചക്കുതിര, ചെസ്, മമ്മൂട്ടിയുടെ നിറക്കൂട്ട്, ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. हम लोग अभी चलता है नदी का नाम है पेरियार. ये पेरियार जाता है अरेबियन सी तक. ये पूरा बैक वाटर है और सॉल्टी वाटर है. इधर का डेप्थ होता है 15 to 20 फीट. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പെരിയാർ നദിയിലൂടെയാണ്. പെരിയാർ നദി ചെന്ന് ചേരുന്നത് അറബിക്കടലിലാണ്. ഇത് കംപ്ലീറ്റ് ബാക്ക് വാട്ടറാണ്, സോൾട്ടി വാട്ടറാണ്. ഇവിടുത്തെ ആഴം 15 അടി മുതൽ 20 അടി വരെയാണ്. ആഴം കൂട്ടണോ? അത് വേണ്ടെന്നോ? കൊള്ളേതല്ലേ. എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ.
ആ അല്ലേ? അല്ല അതേ അതും ഊരാണ് അവിടെ, അവിടെ ഊര്. വേണ്ട, ഇതൊരു ഓഡിറ്റോറിയമാണ്. ഇവിടെയും മിക്കവാറും ദിവസങ്ങൾ വെഡിങ് പാർട്ടി നടക്കാനുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ വൈകിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. കുഴപ്പമുണ്ടാവോ? കേട്ടില്ല. വിളിക്കേണ്ടത് അവരെ കടമയാണ്, ചെല്ലണം നമ്മളെ കടമ. അവര് വിളിച്ചിട്ടില്ല, നമ്മൾ വെറുതെ ഫുഡ് അടിച്ചിട്ട് പോകും അല്ലേ? एक छोटा ऑडिटोरियम है KTDC के अंदर में है. इधर भी सारे दिन वेडिंग पार्टी सब चलता है. ഞങ്ങൾ കൊച്ചിക്കാർക്ക് സ്വഭാവം ഉണ്ട്. ഇപ്പോഴല്ല, പണ്ട് ഇതുവരെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി ഫുഡ് അടിക്കും. കാരണം ഇപ്പം അല്ല, ഫുഡ് അടിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ കണ്ണൂർക്കാരും മോശമല്ലാന്ന്. എന്നാലേ കണ്ണൂര് പോവൂല. ഓക്കെ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആരും ഫുഡാണ് ഞാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡ് എവിടുന്നില്ല ഞാൻ കളിക്കും. ഇപ്പോഴല്ല, പണ്ട്. പക്ഷെ ഇപ്പം നടക്കില്ല, കാരണം പിടി കിട്ടും. കാരണം കയറുന്നതിന് മുന്നൊക്കെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവും. അവൻ്റെ വെഡിങ്ങിന് കാർഡ് വന്നിരിക്കും, അതവിടെ കാണിക്കണം. പണ്ടേ ഉണ്ടായില്ല. ലുലുമാൾ അറിയോ എന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ? അതേ അറിയുള്ളൂ. ലുലുമാൾ അറിയില്ലേ? റേഷൻ കണക്കാട്ടി കൂടുതൽ കാശ് കൊടുക്കണം അവിടെ കൊണ്ടുപോയിട്ടാണ്. ലുലു ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. ഗ്രാൻഡ് ഹയാത്ത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതിലൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട്, ഒരു മീറ്റിംഗ് ഹാളുണ്ട്. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. 10,000 പേർക്ക് ഒരേ ടൈമിൽ മീറ്റിംഗ് കൂടാൻ കഴിയുന്ന ഒരു ഹാൾ ഇതിനകത്തുണ്ട്. ഇത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെയാണ്. അതുകൊണ്ടാണ് 4 ഹെലിപ്പാഡ് ഉണ്ട്. ഒരെണ്ണം ബിൽഡിങ്ങിന്റെ മേളിലാണ്, ബാക്കി 3 ഗ്രൗണ്ടിലാണ്. ये दिखता है लुलु ग्रुप का एक होटल है. आपको मालूम है लुलु मॉल, लुलु ग्रुप का होटल है, ग्रैंड हयात 5 स्टार होटल है. इसमें एक कन्वेंशन सेंटर है, लुलु बोल्गाटी इंटरनेशनल कन्वेंशन सेंटर. 10,000 लोगों को एक टाइम में मीटिंग सकता है इसके अंदर. ये तो एशिया में फर्स्ट है. और 4 हेलीपैड होता है, एक बिल्डिंग के ऊपर है, बाकी दिनों ग्राउंड में चलता है. ഗോശ്രീ ബ്രിഡ്ജസ്, ഈ പാലത്തിന്റെ പേര് ഗോശ്രീ എന്നാണ്. ഇതിന്റെ പിന്നിൽ ഒരു പാലം കാണാം, അങ്ങ് ദൂരെ ലാസ്റ്റിൽ. വേമ്പനാട് റെയിൽവേ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ബ്രിഡ്ജാണ്. ഇത് ഇലക്ട്രിഫൈ ആണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് കണ്ടെയ്നർ മാത്രമേ പോവുള്ളൂ, പാസഞ്ചർ പോവില്ല. ഗോശ്രീ ബ്രിഡ്ജസ് इसके पीछे लास्ट में एक ब्रिज है, वेम्बनाड रेलवे ब्रिज कहता है. इंडिया का सबसे बड़ा रेलवे ब्रिज है. ये तो इलेक्ट्रीफाई है. हम लोग अभी देख सकता है कंटेनर टर्मिनल से कंटेनर चलेगा, लेकिन पैसेंजर नहीं चलता है. സീരിയസ്ലി പാട്ട് പാടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ബസ്സിൽ വെച്ച് തകർത്ത് വന്നേക്കല്ലേ? അപ്പൊ ഒരു പാട്ട് പാടിയാലോ? വരൂ വരൂ, കരാവക്കിലിട്ട് പാടില്ല. പറ്റൂല? അയ്യോ അത് പറ്റില്ല, കാരണം ഈ മൈക്കിന്റെ റേഞ്ച് പോകും. ഇങ്ങോട്ട് പോലും ഇങ്ങോട്ട് ഇവിടെ 2 വൈറ്റ് ടവർ കാണാം. ആ നേരെ കാണുന്ന 2 വൈറ്റ് ടവർ, അത് ഇന്റർനാഷണൽ വല്ലാർപാടം ബസിലിക്കയാണ്. വല്ലാർപാടം തമ്മയുടെ പള്ളിയാണ് ആ കാണുന്നത്. 500 വർഷം പഴക്കമുണ്ട് ആ പള്ളിക്ക്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയാണ് ആ കാണുന്നത്. ഇത് വൈറ്റ് ടവർ, ഉധർ ഇന്റർനാഷണൽ വല്ലാർപാടം ബസിലിക്ക है. वल्लारवाड़ा माता चर्च है. ये तो 500 साल पुराना है, पोर्चुगीज लोगों ने बनाया है. ആ ഗീതന്റെ സൈഡിലാണ് പോയിരുന്നത്. ആ ഗീത അവിടെ ഇരുന്നിട്ട് മുന്നിൽ അവിടെ ഇരുന്നു, അവിടെ പോയിരുന്നേ. പേര് പറഞ്ഞ സുമതി ചേച്ചി നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാൻ പോവാൻ. We are singing a song for others. Give them the gun. നല്ലൊരു പാട്ട് കൊടുക്കാം. അതല്ലേ വീഡിയോ എടുക്കുന്നേ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശേഷരാതിർപ്പു നിൻ മുന്നിൽ കമ്പ്ര നക്ഷത്ര കന്യകൾ.
ആരെയും പാവകായനാക്കും ആത്മസൗന്ദര്യമാണു നീ ഇവിടുത്തെ ചായയുടെ വില അറിയണോ? സമയമുണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. നല്ല നിസ്സാര റേറ്റേ ഉള്ളൂ. ചായ കുടിച്ചാലോ? 180 രൂപ മുതൽ 2900 രൂപയുടെ ഒരു ചായ. 2900 രൂപ. ഒരു 3 വർഷം നമുക്ക് സുഖമായിട്ട് ചായ കുടിക്കാം അല്ലേ? 2900. സിൽവർ ടീ, ഗോൾഡൻ ടീ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അങ്ങനെയാണ് കൊടുക്കുന്നത്. സായിമാർ കുടിച്ച് പോണ കാണാം. പക്ഷെ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് കുടുംബകലം വേണമെന്ന് വെച്ചിട്ടാണ്. എന്തൊരു ചായ ആയിരിക്കും അത്. അതെ, അതിന് ഉണ്ട്. പക്ഷെ ഭക്ഷണമൊന്നും കൊള്ളമുണ്ടാവില്ല. ബിരിയാണി നമ്മളെല്ലായിടത്തും കഴിക്കുക. അതാ പിന്നെ ഇത്ര വില എടുത്തു, പിന്നെ ഇങ്ങനെ വില. ആളുകൾ ഇഷ്ടം പോലെ പോന്നിട്ട് കഴിക്കും. ആസ്പിൻ വാൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയൊരു തുറമുഖമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കൊച്ചിൻ കോർപ്പറേഷനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ये जो आस्पिन वाल है ब्रिटिश लोगों ने बनाया है. पुराना पोर्ट है, अभी बंद करके रखा है. कोचिन कॉरपोरेशन ऑपरेट करता है. താഴെ ആഴ അറിയാം. ഇന്ത്യൻ തീര സംരക്ഷണ സേന, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അവരുടെ ട്രെയിനിങ് സെൻ്ററാണ്, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണത്. ഇവരാണ് കടലിൽ വെച്ചിട്ട് കള്ളക്കടത്തുകാരെയും നുഴഞ്ഞേറ്റക്കാരെയും ഡ്രഗ്സായിട്ട് വരുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൂടാണ്ട് കടലിൽ ആക്സിഡൻറ്റ് സാമ്പിൾ റെസ്ക്യൂ ചെയ്യുന്നത് ഇവരാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നറിയപ്പെടുന്നത്. എന്ന് ഭാരതീയ തടരക്ഷക ट्रेनिंग सेंटर इन लोकल हेडक्वार्टर्स है. इन लोग समुद्र में रहता है. ट्रेसपासर्स को स्मगलर्स और ड्रग्स वालों को अरेस्ट करने के लिए जब समुद्र में एक्सीडेंट होने से रेस्क्यू करता है इन लोग इंडियन कोस्ट गार्ड. Thank you very much. Have a wonderful evening. Visit again. Happy journey all of you. ഇനി നിങ്ങളുടെ സമയമാണ്. താഴേക്ക് പോകാം. അവിടെ DJ ലൈറ്റ്സ് ഉണ്ട്, DJ സോങ്സ് ഉണ്ട്. അടിച്ച് പൊളി